ഫൈലം ആർത്രോപോഡയാണ്. ആർത്രോ മീൻസ് ജോയിന്റഡ് ആൻഡ് പോഡ മീൻസ് ലെഗ്സ്. ജോയിന്റഡ് ആയിട്ടുള്ള ലെഗ്സ് ഉള്ള ജീവിവർഗങ്ങളാണ് ഫൈലം ആർത്രോപോഡയിൽ വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ജീവികൾ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ, കൊഞ്ച്, ഞണ്ട്, അതുപോലെ തന്നെ ഇൻസെക്റ്റുകൾ എല്ലാം തന്നെയും വരുന്നത് ഫൈലം ആർത്രോപോഡയാണ്. ആർത്രോപോഡ ഫൈലമാണ് ഏറ്റവും വലിയ ഫൈലം എന്ന് പറയുന്നത്. അപ്പൊ ലാർജസ്റ്റ് ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. ക്വസ്റ്റ്യൻ ആണ്, ലാർജസ്റ്റ് ഫൈലം ആർത്രോപോഡ. അപ്പൊ ആർത്രോപോഡയിൽ വരുന്ന ഇൻസെക്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ ക്ലാസ് ഏതാന്ന് ചോദിച്ചാൽ ക്ലാസ് ഇൻസെക്റ്റ് ആണ്. ഇൻസെക്ട് വരുന്ന ഫൈലമാണ് ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ ഓർഗൻ സിസ്റ്റം ആണ്, ബൈലാറ്ററി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെയോ നമുക്കറിയാം ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എന്നൊക്കെ പറയുന്നതിന്റെ പുറന്തോട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്സോസ്കെലറ്റൻ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ആ ഹാർഡ് ആയിട്ടുള്ള ആ കവറിംഗ് ആണ് ഇതിന്റെ എക്സോസ്കെലറ്റൻ. ഇത് കൈറ്റിനസ് എക്സോസ്കെലറ്റൻ ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആ പദാർത്ഥമാണ് കൈറ്റിനസ് എക്സോസ്കെലറ്റൻ. അപ്പൊ ഫൈലം ആർത്രോപോഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ഇൻസെക്ട് ആയാലും അതുപോലെ തന്നെ ചെമ്മീൻ, ഞണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ജീവികളൊക്കെ തോടുകളുള്ള അല്ലെങ്കിൽ എക്സോസ്കെലറ്റൻ കാണപ്പെടുന്നതാണ്. അപ്പൊ ഇവരുടെ എക്സോസ്കെലറ്റൻ കാൽഷ്യം അല്ല, മറിച്ച് കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലറ്റൻ ആണ്. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് കൈറ്റിനസ് എക്സോസ്കെലറ്റൻ. ആർത്രോപോഡയുടെ ശരീരത്തെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻസെക്റ്റുകളൊക്കെ തന്നെ എടുക്കുകയാണെങ്കിലും അല്ലെ, അതിന്റെ ഇവിടെ ഇപ്പൊ ഒരു കോക്രോച്ചിന്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഹെഡ് റീജിയൻ ഉണ്ട്, പിന്നെ തൊറാസിക് റീജിയൻ. അത് കഴിഞ്ഞിട്ടാണ് ഇതിനൊരു അബ്ഡോമൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ തൊറാസിക് റീജിയന് ഹെഡിനെയും അബ്ഡോമനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തൊറാസിക് റീജിയൻ ഉണ്ട്. അപ്പൊ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ എന്നിങ്ങനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയോ ഈ ജീവികൾക്ക് നമുക്ക് മറ്റു പ്രത്യേകത എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആന്റീന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആന്റീനയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതിന്റെ സെൻസറി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കൂടാതെ കണ്ണുകൾ ഇവയുടെ ഐസിന് പ്രത്യേകതയുള്ളതാണ്. നമുക്കറിയാം ഈച്ച അല്ലെങ്കിൽ മറ്റു ഇൻസെക്റ്റുകളുടെ കണ്ണ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഐസുകളാണ്. അപ്പൊ കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഒമാറ്റീഡിയ അല്ലെങ്കിൽ ഹെക്സഗൺ ഷേപ്പിലായിട്ടുള്ള സെൽസുകൾ എന്നവയെ വിളിക്കും. അമാറ്റീഡിയ സെൽസുകൾ എന്ന് പറയും. ഇവർ ആണ് ചേർന്നിട്ടാണ് ഒരു ഹോൾ ഫങ്ഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഐസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് ഏതൊക്കെയാണ് ഇതിന്റെ സെൻസറി ഓർഗൻ എന്ന് മാത്രമാണ്. ആന്റീനെ, ഐ സിമ്പിളും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഐസുകളായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെയോ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോഡി ബാലൻസിങ് ഓർഗൻ ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ്, ആന്റീനെ, ഐ ആൻഡ് സ്റ്റാറ്റോസിസ്റ്റ് ആക്ട് ആസ് ദ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. പിന്നെയോ ഇവിടെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം അക്വാട്ടിക് ആയിട്ടുള്ള ജീവികൾസ് ആണ് അല്ലെ. ഇൻസെക്ട് ആയാലും ആർത്രോപോഡ്സിൽ വരുന്ന ജീവികളെല്ലാം തന്നെയും മെജോറിറ്റിയും എങ്ങനെയുള്ളതാണ്? അക്വാട്ടിക് ആയിട്ടുള്ളതും ഉണ്ട്, ടെറസ്ട്രിയൽ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ അക്വാട്ടിക് ആയിട്ടുള്ള ജീവികൾക്ക് നമുക്കറിയാം ഗിൽസുകളായിരിക്കും സഹായിക്കുന്നത്. ഇനി അതല്ലാതെ കാണപ്പെടുന്ന ജീവികളിൽ ബുക്ക് ലങ്സുകൾ അല്ലെ, കൂടാതെയോ ട്രക്കിയ എന്ന് പറയുന്ന അതായത് ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഇതിന്റെ ശരീരം മുഴുവൻ ഇതുപോലെ ട്യൂബുകൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നു. ഇവർ തമ്മിൽ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടാണ്. ഇവിടെ ഈ ഓരോ ഭാഗത്തും ഓരോ ഓപ്പണിങ്സുകൾ കാണപ്പെടുന്നുണ്ട്. സ്പൈറക്കിൾസ് എന്ന് പറയുന്ന ഈ ഓപ്പണിംഗ് വഴിയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഓക്സിജനേക്ക് കടത്തിവിടുന്നത്. അങ്ങനെയുള്ള ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ട്രക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി ഓർഗൻസുകൾ ഏതൊക്കെയാണ്? ഇൻസെക്റ്റിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ഗിൽസ്, ബുക്ക് ലൈൻസ് ആൻഡ് ട്രക്കിയ എന്ന് പറയുന്നത്. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം നമുക്കറിയാം ഇതില് ഓപ്പൺ ടൈപ്പ് ആണ് കാണുന്നത്. ഫൈലം അനലിഡയിൽ കാണപ്പെടുന്നത് ക്ലോസ്ഡ് ടൈപ്പ് ആണ്. അപ്പൊ എന്താണ് ഓപ്പണും ക്ലോസും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പിന്നെയോ എക്സ്ക്രീറ്ററി ഓർഗൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. ആർത്രോപോഡയിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? നമുക്കറിയാം കിഡ്നി ആണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എങ്കിൽ ഫൈലം ആർത്രോപോഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സാധാരണ നമുക്ക് ചെമ്മീനും മറ്റു അക്വാട്ടിക് ആയിട്ട് അല്ലെങ്കിൽ ഏത് ഇൻസെക്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവയെ നമുക്കറിയാം മുട്ട വിരിഞ്ഞാണ് പുറത്തേക്ക് വരുന്നത് അല്ലെ. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഒവിപാരസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒവിപാരസ് മീൻസ് എഗ്
എഗ് ലേയിങ് ആയിട്ടുള്ളതാണ്, മുട്ടയിടുന്നവരാണ്. ഇന്റേണൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻസെക്റ്റുകളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലാക്സിഫർ എന്ന് പറയുന്നതാണ് ജീവിയുടെ പേര്. ലാക്സിഫർ എന്ന് പറയുന്ന ഇൻസെക്ടിന്റെ സെക്രീഷൻ ആണ് ലാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലാക്ക് ഇൻസെക്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ എപ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ച വിഭാഗത്തിൽ വരുന്നത് അല്ലെ, ഹണി ഉണ്ടാക്കുന്നതാണ് എപ്പിസ് എന്ന് പറയുന്നത്. പിന്നെ ബോംബിക്സ് എന്ന് പറയുന്നത്, ബോംബിക്സ് പട്ടുനൂൽ പുഴുവാണ്. നമുക്കറിയാം സിൽക്ക് വേമിന്റെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസെക്ട് അതൊരു പുഴുവാണ്, പിന്നീട് അത് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പൊ ബോംബിക്സ് എന്ന് പറയുന്നു. അപ്പൊ ഏതാണ് പ്രധാനപ്പെട്ട ഇൻസെക്റ്റുകള്? ലാക്സിഫർ ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എപ്പിസ് ഹണിയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നു, പിന്നെയോ ബോംബിക്സ് സിൽക്ക് വേം ആണ്, അത് സിൽക്കിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഇവ പ്രധാനമായും എക്കണോമിക് ഇമ്പോർട്ടൻസിലുള്ള ഇൻസെക്റ്റുകളാണ്. ഒരുപാട് ഇൻസെക്റ്റുകളുണ്ട്, നമുക്ക് പഠിക്കാനുള്ളത് 3 ഇൻസെക്റ്റുകളാണ്: ലാക്സിഫർ, എപ്പിസ് ആൻഡ് ബോംബിക്സ്. ഇത് പ്രാക്ടിക്കലിന് നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് എപ്പിസ് അല്ലെങ്കിൽ ബോംബിക്സ് ഡയഗ്രം തന്നിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി ഇത് കൂടാതെ ഇതിൽ വരുന്ന മറ്റു കുറച്ച് ഇൻസെക്റ്റുകൾ അവര് വെക്ടേഴ്സുകളാണ്. വെക്ടേഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാഹകർ, രോഗം വഹിക്കുന്ന ജീവികൾ, കൊതുകുകളാണ് പ്രധാനമായിട്ടും അല്ലെ, മോസ്കിറ്റോസുകൾ. ഏതൊക്കെയാണ്? അനോഫിലസ്, ക്യൂലെക്സ്, അതുപോലെ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ടത്. അപ്പോൾ ഈ അനോഫിലസ് മോസ്കിറ്റോകളും അതുപോലെ തന്നെ ക്യൂലെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മന്ത് പരത്തുന്നത്, അതുപോലെ മലമ്പനി തുടങ്ങിയ അല്ലെങ്കിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പലതരം അസുഖങ്ങളും വഹിക്കുന്ന ജീവികളാണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഗ്രിഗോറിയസ് പെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവയാണ് ലോക്കെസ്റ്റ. ഇമ്പോർട്ടന്റ് വെട്ടുകിളി എന്ന് നമ്മൾ പറയും. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ ഒരു കിളി എന്ന് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇൻസെക്റ്റ് ആണ്. ഇതൊരു കൂട്ടമായിട്ടാണ് വരുന്നത്. അങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ട് നെൽപ്പാടത്തെ അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളിലേക്ക് അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ പാകിസ്ഥാനിലെ ഭാഗങ്ങളിലൊക്കെ വിമാനം വരെ റദ്ദ് ചെയ്യുകയുണ്ടായി. കാരണം ഈ വെട്ടുകിളികൾ ഇങ്ങനെ കൂട്ടത്തോടെ വരികയാണെങ്കിൽ അല്ലെ, അത്രത്തോളം നഷ്ടമുണ്ടാക്കുന്ന ഒരു ജീവി തന്നെയാണ് ദാറ്റ് ഈസ് ഗ്രിഗോറിയസ് പെസ്റ്റ്. പിന്നെയോ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് കിങ് ക്രാബ് അല്ലെങ്കിൽ ലിമുലസ്. ലിവിങ് ഫോസിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലിവിങ് ഫോസിൽ ഈസ് ലിമുലസ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണപ്പെടുന്നുണ്ട് ജീവി, പക്ഷെ ഇവയുടെ ഫോർ ഫാദേഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള ജീവി ഇതുമായി റിലേറ്റ് ചെയ്തുള്ളവരൊന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ അവര് അന്നുണ്ടായിരുന്ന അതേ ഫോമിൽ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കിങ് ക്രാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ക്രാബ് അല്ല, ഫുഡിനായിട്ടൊന്നും ഉപയോഗിക്കുന്നതല്ല, അക്വാട്ടിക് ആയിട്ടുള്ളത് തന്നെയാണ്. ചില പ്രദേശങ്ങളിൽ അത് എഡിബിളായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് മത്സ്യങ്ങളെയൊക്കെ പിടിക്കുന്നതിനും അതിന്റെ ഭക്ഷണമായിട്ടും അല്ലെങ്കിൽ മറ്റു പ്രോഡക്റ്റുകളൊക്കെ വേർതിരിച്ചെടുക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് കിങ് ക്രാബ്